നമുക്ക് എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് MCQs നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രൈമറി കോസ് ഓഫ് എയർ പൊല്യൂഷൻ? എയർ പൊല്യൂഷന്റെ പ്രൈമറി ആയിട്ടുള്ള കോസ് എന്താണ്? നാച്ചുറൽ ഡിസാസ്റ്റർ, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, വെഹിക്കിൾ എമിഷൻ, ആൾ ഓഫ് ദ എബോവ്. ആൾ ഓഫ് ദ എബോവ് ഇസ് ദ ആൻസർ. കാരണം നാച്ചുറൽ ഡിസാസ്റ്റർ വഴി എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്, ഇൻഡസ്ട്രീസിൽ നിന്ന് മറ്റും പോകുന്ന അൺവാണ്ടഡ് ഗ്യാസസ് വഴി എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്, വെഹിക്കിൾസിലും സെയിം കേസ് തന്നെയാണ്. അപ്പൊ അതെല്ലാം ആൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. What is the name of international agreement aimed at reducing greenhouse gas emission and mitigation climate change? ക്ലൈമറ്റ് ചേഞ്ചിനെയും ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനെയും പറ്റി പറയുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഉണ്ടാക്കിയ ഇന്റർനാഷണൽ എഗ്രിമെന്റ് എന്താണ്? പാരീസ് എഗ്രിമെന്റ് ആണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ മറ്റേ ഓസോൺ ലെയർ ഡിപ്ലീഷനും, കോട്ടോ പ്രോട്ടോകോൾ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ കേസും, കോപ്പൻഹേഗൻ അക്കോർഡ് എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ട്രീറ്റി ആണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിന് അഗൻസ്റ്റ് ഉള്ള. അപ്പൊ ഇതിന് ഉത്തരം പാരീസ് എഗ്രിമെന്റ് ആണ്. Then third question, what is the name of international agreement aimed at reducing the production and consumption of ozone depleting substance? എന്തൊക്കെയാണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ ആണോ, കോട്ടോ പ്രോട്ടോകോൾ ആണോ, പാരീസ് എഗ്രിമെന്റ് ആണോ, കോപ്പൻഹേഗൻ അക്കോർഡ് ആണോ? ഇറ്റ് ഈസ് മോൺട്രിയൽ പ്രോട്ടോകോൾ. നേരത്തെ പറഞ്ഞതുപോലെ മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ് ഓസോൺ ലെയറുമായിട്ട് ബന്ധപ്പെട്ടത്. ബാക്കി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. Then fourth question, which of the following is an ozone depleting substance? ഇതിനകത്ത് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ODS ഏതൊക്കെയാണ്? ഹൈഡ്രോഫ്ലൂറോ കാർബൺ, പെർഫ്ലൂറോ കാർബൺ, മീഥൈൽ ബ്രോമൈഡ്, ആൾ ഓഫ് ദ എബോവ്. ആൾ ഓഫ് ദ എബോവ് ആണ്. കാരണം ഈ പറഞ്ഞ മൂന്നും ODS പെടുന്നതാണ്. What is the expected outcome of Montreal Protocol? Montreal Protocolന്റെ expected outcome എന്താണ്? Complete recovery of ozone layer by 2050. 2050 കൂടി complete recovery ഓസോൺ ലെയർ ഡിപ്ലീഷനിൽ നിന്ന്. അതാണ് എക്സ്പെക്റ്റഡ് ഔട്ട്കം, മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ എക്സ്പെക്റ്റഡ് ഔട്ട്കം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.